അപ്പോഴേ ഇന്ന് ലഞ്ചിന് ചെമ്മീൻ ചോറാക്കിയാലോ? സംഭവം ചെമ്മീൻ ചോറ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ചെമ്മീനും ചോറും തമ്മിൽ വലിയ കണക്ഷനൊന്നുമില്ല കേട്ടോ. നമുക്ക് നല്ല ഫ്ലേവേർഡൊക്കെ ആയിട്ടുള്ളൊരു റൈസും അതിലേക്കൊരു ചെമ്മീൻ ഫ്രൈയും കൂടെ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? ആദ്യം ഒരു കുക്കർ എടുത്തിട്ട്, കുക്കറാണ് കേട്ടോ നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിലൊക്കെ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക വേണമെന്നുണ്ടെങ്കിൽ ബേ ലീഫ് എൻ്റെ ഉള്ളതുകൊണ്ട് ഇട്ടതാണ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡാക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിടാൻ മറക്കണ്ട. പിന്നെ കുറച്ച് ഒരു പച്ചമുളക് ജസ്റ്റ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അത് ചതക്കിയിട്ടിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്കുള്ള മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, നല്ല ജീരകം, ഉലുവ, അതും രണ്ടും കൂടെ മിക്സ് ആക്കിയത്, ഒരു ഇത്തിരി ഗരം മസാല. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ അതിലോട്ട് കുറച്ച് തേങ്ങ, ഒരിത്തിരി തേങ്ങ, ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയിട്ടുള്ളൂ, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, നന്നായിട്ട് അരച്ചിട്ടൊന്നുമില്ല. അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയിലയും വേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ നമ്മൾ അരി എടുക്കുന്നത് അതിന് കണക്കാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി അതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് വേവുന്നതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെമ്മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചെമ്മീൻ സാധാരണ നമ്മൾ നോർമലി ഫ്രൈ ആക്കുന്ന പോലെ തന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പ്, ഒരു ഇത്തിരി സുർക്കയും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് മസാല ആക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നേ ഉള്ളൂ. പിന്നെ നേരത്തെ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഇത്തിരി ചെറുനാരങ്ങയുടെ നീര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ ഇതിലോട്ടൊരു ചെറിയൊരു സാലഡ്, പപ്പടം, പിന്നെ ഒരു ഇത്തിരി അച്ചാർ, എല്ലാം കൂടെ അടിപൊളി. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.